മക്കളെ, നമ്മുടെ മാക്രോ എക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട 5 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. ചില പരീക്ഷകളിൽ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിൻ്റെ ഡയഗ്രം വന്നിട്ട് അത് ഫില്ല് ചെയ്യാൻ അല്ലെങ്കിൽ വിത്ത് ഡയഗ്രം എക്സ്പ്ലെയിൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വന്നാലും നമ്മളത് പഠിക്കേണ്ടതുമാണ്. സ്കൂളിൽ കേൾക്കുമ്പോൾ നമുക്കത് ഭയങ്കര എന്തോ വലിയ സംഭവമാണ്, ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരിതാണെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. പക്ഷെ വളരെ സിമ്പിളാണ്. അപ്പോൾ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്താ കാണിക്കുന്നത്, എന്താണ് സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ പഠിച്ചു നമ്മുടെ എക്കോണമിയിൽ 4 സെക്ടേഴ്സ് ഉണ്ടെന്ന് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു. ഹൗസ് ഹോൾഡ്, ദെൻ ഫേം ഉണ്ട്, ഗവൺമെൻറ് ഉണ്ട്, എക്സ്റ്റേണൽ സെക്ടർ ഉണ്ട്. അങ്ങനെ 4 സെക്ടറുകൾ എക്കോണമിയിലുണ്ടെന്ന് നമ്മൾ പഠിച്ചതാണ്. അതിൽ 2 സെക്ടർ മാത്രം എടുത്ത് നമ്മളിനി പഠിക്കാൻ വേണ്ടിയിട്ട് പോകുക. 4 കൂടി പഠിക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാകും മനസ്സിലാകാൻ. അതുകൊണ്ട് +2 പഠിക്കുന്ന കുട്ടികൾക്ക് 2 കാര്യങ്ങൾ മാത്രം വെച്ചേ പഠിക്കാനുള്ളൂ. അപ്പോൾ അതിൽ ഫേം എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ യൂണിറ്റാണ്, ഉൽപ്പാദകരാണ്, പ്രൊഡക്ഷൻ നടത്തുന്നവരാണ് അവർ. അതുപോലെ തന്നെ അടുത്തത് എന്താ, ഹൗസ് ഹോൾഡാണ്, വീട്ട് എന്താ പറയുക, ഉപഭോക്താക്കൾ, അല്ലെങ്കിൽ നമുക്ക് ഹൗസ് ഹോൾഡ് എന്ന് വെച്ചാൽ ഫാമിലി മെമ്പേഴ്സ്, ഒരു കൺസ്യൂമർ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എടുക്കാം. അപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന ആളുകൾ. അപ്പോൾ ഇങ്ങനെ 2 പേരുണ്ട്. ഈ 2 പേരും എങ്ങനെയാണ് കണക്റ്റ് ആയിട്ടിരിക്കുന്നത്, ഇവർ തമ്മിൽ എന്താ ബന്ധം, ഇവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷനാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോ, ഹൗസ് ഹോൾഡ്, ഇവിടെ നമുക്ക് 2 പിക്ചർ കാണാൻ വേണ്ടി സാധിക്കും. ഹൗസ് ഹോൾഡ് ഉണ്ട്, അതുപോലെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസസുമായിട്ട് ഫേമും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഈ ഒരു സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം പഠിക്കുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ട കുറച്ച് അസംഷൻസ് ഉണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ എടുക്കേണ്ട അസംഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എക്കോണമിയിൽ 2 സെക്ടറുകൾ മാത്രമാണ് ഉള്ളത്. ഓക്കെ, എക്കോണമിയിൽ 2 സെക്ടറുകൾ മാത്രമാണ് ഉള്ളത്. അത് ഒന്ന് ഫേമും ഒന്ന് ഹൗസ് ഹോൾഡും ആണ് എന്ന് നമ്മൾ കരുതണം. ഓക്കെ, പിന്നെ എന്താ വേണ്ടത്, ഫേമിന് പ്രൊഡക്ഷൻ നടത്താൻ ഒരുപാട് സാധനങ്ങൾ ആവശ്യമുണ്ട്. എന്തൊക്കെ ആവശ്യമുണ്ട്, ലാൻഡ് ആവശ്യമുണ്ട്, ലേബർ ആവശ്യമുണ്ട്, ക്യാപിറ്റൽ ആവശ്യമുണ്ട്, ഓർഗനൈസേഷൻ ആവശ്യമുണ്ട്. ഇതൊക്കെ ആരുടെ അടുത്തുനിന്നാണ് കിട്ടുന്നത്, ഈ ഹൗസ് ഹോൾഡിൻ്റെ അടുത്തുനിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഫേം ഹയർ ഫാക്ടർ സർവീസസ് ഫ്രം ഹൗസ് ഹോൾഡ്, ഹൗസ് ഹോൾഡ് സെക്ടറിൽ നിന്നാണ് ഫേമിന് വേണ്ട ഈ സർവീസുകൾ കിട്ടുന്നത്. സർവീസുകൾ വെറുതെ കിട്ടുമോ, ഇല്ല. അപ്പോൾ അതിന് ഫേം എന്ത് ചെയ്യേണ്ടി വരും, പേയ്മെൻറ്റ് നടത്തേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് മനസ്സിൽ വെച്ചേക്കാം. ദെൻ മൂന്നാമത്തേത് എന്താ, ഈ ഹൗസ് ഹോൾഡ് ഏൺ ചെയ്ത് അവർ ജോലിക്ക് പോയൊക്കെ ഉണ്ടാക്കുന്ന പൈസ ഉണ്ടല്ലോ, വരുമാനം ഉണ്ടല്ലോ, അത് മുഴുവനും ഈ ഉപഭോഗത്തിന്, കൺസംഷന്, സാധനങ്ങൾ വാങ്ങിക്കാനും ഉപയോഗിക്കാനും വേണ്ടിയായിരിക്കും അവർ മൊത്തം ഇതിന് ഉപയോഗിക്കുക എന്ന് നമ്മൾ എടുക്കേണ്ട അസംഷനാണ് ഇത് പഠിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മൾ കരുതി. പിന്നെ എന്താണ്, ഫേം മൊത്തം പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്, ഈ ഹൗസ് ഹോൾഡിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഹൗസ് ഹോൾഡിന് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 4 അസംഷൻസ് ആണ് നമ്മളിവിടെ എടുക്കേണ്ടത്. നിങ്ങൾ എക്സാമിന് വരയ്ക്കേണ്ട പിക്ചർ ഇതാണ് കേട്ടോ. ഈ പിക്ചറാണ് നിങ്ങൾ എക്സാമിന് വരയ്ക്കേണ്ടത്. ഈ ഒരു പിക്ചർ വരയ്ക്കണം. ഓക്കെ, നിങ്ങളോട് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ പിക്ചർ വേണം വരയ്ക്കാൻ വേണ്ടി. ഈ പിക്ചർ എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഹൗസ് ഹോൾഡും ഫേമും മാത്രമാണ് ഇവിടെ ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. സോ ഹൗസ് ഹോൾഡും ഫേമും മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഫേമിന് എന്ത് ചെയ്യണം, ഫേമിന് പ്രൊഡക്ഷൻ നടത്തണം. ഈ ഫേമിന് പ്രൊഡക്ഷൻ നടത്തണം. പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ എന്തൊക്കെ ആവശ്യമുണ്ട്, ലാൻഡ് വേണം, ലേബർ വേണം, ക്യാപിറ്റൽ വേണം, ഓർഗനൈസേഷൻ വേണം. ഇതെല്ലാം എവിടെ നിന്ന് കിട്ടും, ഹൗസ് ഹോൾഡിൻ്റെ അടുത്ത് നിന്നാണ്. കണ്ടോ, ഹൗസ് ഹോൾഡിൻ്റെ കയ്യിലാണ് ഇതെല്ലാം ഉള്ളത്. അങ്ങനെ ഫേമിന് വേണ്ട ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷനൊക്കെ എങ്ങോട്ട് പോകും, ഈ ഫേമിന് വേണ്ടത് ഹൗസ് ഹോൾഡിൻ്റെ കയ്യിൽ നിന്ന് ആർക്ക് കിട്ടാണ്, ഫേമിന് കിട്ടും. ഹൗസ് ഹോൾഡിൻ്റെ കയ്യിൽ നിന്ന് ഫേമിന് കിട്ടും. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷനൊക്കെ ഹൗസ് ഹോൾഡിൻ്റെ കയ്യിൽ നിന്ന് ഫേമിന് കിട്ടും. അപ്പോൾ അതിന് പകരമായിട്ട് ഫേം എന്ത് ചെയ്യണം, ഹൗസ് ഹോൾഡിന് ഫാക്ടർ പേയ്മെൻറ്റ്സ് നടത്തണം. ഫാക്ടർ പേയ്മെൻറ്റ്സ് നടത്താമെന്ന് വെച്ചാൽ, ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ ലാൻഡിന് എന്താ കൊടുക്കണ്ടേ, റെൻറ്റ് കൊടുക്കണം. ലേബർ ആണെന്നുണ്ടെങ്കിൽ ജോലിക്കാർക്ക് എന്ത് കൊടുക്കണം, വേജ് കൊടുക്കണം. അതുപോലെ തന്നെ ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റലിന് എന്ത് കൊടുക്കണം, ഇൻട്രസ്റ്റ് കൊടുക്കണം.
അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ആണെങ്കിൽ ഓർഗനൈസേഷന് പ്രോഫിറ്റ് കൊടുക്കണം. ഇതിനെയാണ് ഫാക്ടർ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിക്ചർ നോക്കാം. ഈ പിക്ചർ നോക്കി ഈ താഴത്തെ സെക്ഷൻ നോക്കാം കേട്ടോ. ഇപ്പോൾ ഫേമിന് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഫാക്ടർ സർവീസസ് വേണം. ഫാക്ടർ സർവീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷനൊക്കെയാണ്. ഇതൊക്കെ വേണം. അപ്പോൾ അത് ആദ്യം ഹൗസ് ഹോൾഡിൻ്റെ അടുത്ത് നിന്ന് ഫേമിലേക്ക് ഒരു ഫ്ലോ പോയി. ഇതെന്താണ്? ഫാക്ടർ സർവീസസ് പോയതാണ്. ഫാക്ടർ സർവീസസ് എന്ന് പറയുമ്പോൾ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ആണ്. ഇവിടെ പൈസയല്ല പോയിരിക്കുന്നത് അല്ലേ, സർവീസസ് ആണ്. അതുകൊണ്ട് ഇതിന് റിയൽ ഫ്ലോ എന്നായിരിക്കും പറയാം. അങ്ങനെ ഫേമിന് കിട്ടി. ഇനി അതിന് പകരമായിട്ട് ഫേം എന്ത് ചെയ്യണം? ഇതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ രണ്ടാമത്തെ ഫ്ലോ ഫേമിൽ നിന്ന് ഹൗസ് ഹോൾഡിലേക്ക് പേയ്മെൻറ്റ് പോകുന്നതാണ് ഫാക്ടർ പേയ്മെൻറ്റ്സ്. ഫാക്ടർ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റെൻറ്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആണ്. അങ്ങനെ ഫാക്ടർ പേയ്മെൻറ്റ് എങ്ങോട്ടേക്ക് പോയി? ഫേമിൽ നിന്ന് ഹൗസ് ഹോൾഡിലേക്ക് പോയി. അതാണ് ആദ്യത്തെ രണ്ട് ഫ്ലോ. ഇത് രണ്ടും ഫാക്ടറുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഇതിനെ ഫാക്ടർ മാർക്കറ്റിലാണ് നമ്മൾ ഉൾപ്പെടുത്തുക. അപ്പോൾ ഫാക്ടർ മാർക്കറ്റിൽ രണ്ട് ഫ്ലോ ഉണ്ട്. ഫാക്ടർ സർവീസസ് അങ്ങോട്ട് പോകുന്നതും ഫേമിൽ നിന്ന് ഫാക്ടർ പേയ്മെൻറ്റ്സ് ഇങ്ങോട്ട് പോകുന്നതും. ഫാക്ടർ പേയ്മെൻറ്റ് പോകുമ്പോൾ നമ്മളതിന് മണി ഫ്ലോ എന്ന് പറയും. അതായത് മണിയോട് ഫ്ലോ ആകുന്നുണ്ട്, സോ മണി ഫ്ലോ. മറ്റേതിൽ മണി പോകുന്നില്ലാത്തതുകൊണ്ട് റിയൽ ഫ്ലോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഹാഫ് നമ്മൾ പഠിച്ചു. ഇനി ഇതിന് മുകളിലത്തേത്. ദെൻ മൂന്നാമത്തെ ഫ്ലോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹൗസ് ഹോൾഡ് അവർ ഏൺ ചെയ്തിട്ടുള്ള പൈസ മുഴുവനും, ഇൻകം മുഴുവനും ആർക്കാ കൊടുക്കുന്നത്? ഫേമിലേക്കാണ് കൊടുക്കുന്നത്. എന്തിന്? ഫേമിൻ്റെ ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അതാണ് മൂന്നാമത്തെ ഫ്ലോ. അങ്ങനെ ഫേമിന് അങ്ങനെ പൈസ കിട്ടിക്കഴിയുമ്പോൾ ഫേം എന്ത് ചെയ്യും? ഗുഡ്സ് ആൻഡ് സർവീസസ് ഇതാ ഹൗസ് ഹോൾഡിന് കൊടുക്കും. നാലാമത്തെ ഫ്ലോ അതാണ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഫ്ലോ. ഇപ്പോൾ 4 കാര്യങ്ങളാണ്, 4 ഫ്ലോ എവിടെ നടക്കുന്നത്? ആദ്യം ഫേമിന് ഹൗസ് ഹോൾഡിൻ്റെ അടുത്തുനിന്ന് സർവീസ് കിട്ടുന്നു. ഫേം ഹൗസ് ഹോൾഡിന് അതിനുള്ള പേയ്മെൻറ്റ് നടത്തുന്നു. ദെൻ ഹൗസ് ഹോൾഡ് അവരുടെ ഇൻകം മുഴുവൻ ഫേമിന് കൊടുക്കുന്നു. ഫേം അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് മുഴുവൻ ഹൗസ് ഹോൾഡിന് കൊടുക്കുന്നു. ഇങ്ങനെ 4 ഫ്ലോ ഉള്ളത്. ഈ 4 ഫ്ലോയിൽ താഴത്തേത് ഫാക്ടർ മാർക്കറ്റിൽ വരുന്നത്. കാരണം അത് ഫാക്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട്. മുകളിലത്തെ ഗുഡ്സുമായി ബന്ധപ്പെട്ടതുകൊണ്ട് അത് പ്രോഡക്റ്റ് മാർക്കറ്റിൽ വരും. പിന്നെ ഇതിൽ ക്യാഷിൻ്റെ പേയ്മെൻറ്റ്സ് 2 സമയത്താണ് നടക്കുന്നത്. ഒന്ന് ഹൗസ് ഹോൾഡ് അവരുടെ ഇൻകം മുഴുവൻ ഫേമിന് കൊടുക്കുന്നതും, 2 ഫേം ഫാക്ടർ പേയ്മെൻറ്റ് ഹൗസ് ഹോൾഡിന് നടത്തുന്നതും. ആ 2 ഫ്ലോയിലാണ് മണി ഫ്ലോ ആകുന്നത്. അതുകൊണ്ട് അതിന് മണി ഫ്ലോ എന്നും. മറ്റേത് 2ലും മണി ഫ്ലോ ആകുന്നില്ല, സർവീസസ് അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ ഫ്ലോ ആകുന്നത്. അതുകൊണ്ട് അതിന് റിയൽ ഫ്ലോ എന്നുമാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഈ ഫിഗർ കൂടി വരച്ചാലാണ് നിങ്ങൾക്ക് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിന് 5 മാർക്ക് കിട്ടുക. വളരെ പ്രധാനപ്പെട്ടതാണ്, തീർച്ചയായിട്ടും പഠിക്കണം. മനസ്സിലായോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ. താങ്ക് യു.